ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ ബേസിക് ആയിട്ടുള്ള എംബ്രോയിഡറി സ്റ്റിച്ചസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിത് 3 പാർട്സ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്ക് ബേസിക് ആയിട്ടുള്ള എംബ്രോയിഡറി സ്റ്റിച്ചസിൽ നിന്ന് തുടങ്ങാം. ഫസ്റ്റ് നമ്മുടെ റണ്ണിങ് സ്റ്റിച്ചാണ്. റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള സ്റ്റിച്ച് പാറ്റേൺ ആണ് റണ്ണിങ് സ്റ്റിച്ച്. നമ്മളൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ജസ്റ്റ് നൂല് കോർത്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഓരോ ഇടുന്ന ഗ്യാപ്പും അതുപോലെ നമ്മൾ ആ നൂല് കാണുന്നതും ഒരേ സൈസിൽ തന്നെ ഇരിക്കണം. എന്നാലേ റണ്ണിങ് സ്റ്റിച്ചിന് ഭംഗി ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ ഗ്യാപ്പ് എല്ലായിടത്തും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്യാപ്പ് പോലെ ഡിഫറെൻ്റ് ആയിട്ടാണ് നൂല് കാണുന്നതെങ്കിൽ ആ സ്റ്റിച്ചിന് ഭംഗി ഉണ്ടാവില്ല. അതുപോലെ നമ്മൾ ഒത്തിരി എംബ്രോയിഡറി പാറ്റേൺ, അതായത് ഒത്തിരി ഫ്ലവറിനോ സ്റ്റെമ്മിനോ ഒന്നും നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് അധികം യൂസ് ചെയ്യാറില്ല. കാന്താ വർക്ക് പോലെയുള്ള ചില വർക്കുകൾക്ക് മാത്രമേ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഇതുപോലെ വിബ്ഡ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്യും. അതായത് വിബ്ഡ് സ്റ്റിച്ച് എന്ന് പറയുന്നത് 2 സ്റ്റിച്ചുകളുടെ കോമ്പിനേഷൻ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് വെച്ചും ചെയ്യാം, അതുപോലെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് വെച്ചും ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ചെയ്യുന്ന വിബ്ഡ് സ്റ്റിച്ചാണ്. അപ്പോൾ ആദ്യം നമ്മളൊരു നോർമലായിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം വേറൊരു കളർ ത്രെഡ് വെച്ചിട്ട്, അങ്ങനെ നമ്മൾ വിബ്ഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും 2 കളർ ത്രെഡ് യൂസ് ചെയ്താൽ ചെയ്യുന്നത്, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി വരത്തുള്ളൂ. വേറൊരു കളർ ത്രെഡ് വെച്ചിട്ട് നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഓരോ സ്റ്റിച്ച് വഴിയും കോർത്തെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വിബ്ഡ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിനൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്ക് കിട്ടും. നമ്മൾ സ്റ്റെമ്മൊക്കെ ചെയ്യാനും അതുപോലെ ഫ്ലവറിൻ്റെയൊക്കെ ബോർഡറിനും ഒക്കെ വേണ്ടി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ബാക്ക് സ്റ്റിച്ചാണ്. അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സ്റ്റിച്ചാണ്. നമ്മൾ നോർമലി സ്റ്റെപ്പ് തയ്ക്കാനും അതുപോലെ ബോർഡേഴ്സൊക്കെ തയ്ക്കാനും ഈ ഫ്ലവറിൻ്റെ ആണെങ്കിലും ലീഫിൻ്റെ ആണെങ്കിലും ഒക്കെ ബോർഡറൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ ഒത്തിരി നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച്. ബാക്ക് സ്റ്റിച്ച് പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കുന്ന ഒറ്റ കാര്യം, നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് പറഞ്ഞ പോലെ ത്രെഡിൻ്റെ അളവ് ഒരേപോലെ ആണെങ്കിൽ അതിനൊരു നല്ല ഫിനിഷിങ് ഉണ്ടാവും. അത് ഒരേ വണ്ണത്തിൽ തന്നെ നമ്മൾ തയ്ക്കാൻ ശ്രമിക്കുവാണെങ്കിൽ ആ ഒരു തയ്യൽ കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗി ഉണ്ടാവും. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വിബ്ഡ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ബേസായിട്ട് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്നു. അതുപോലെ നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഓരോ നൂലിൽ കൂടെ ആ ഒരു ഡിഫറെൻറ്റ് കളർ, ഒരു കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു കളർ, കോൺട്രാസ്റ്റ് വേണമെന്നില്ല, ഓരോരുത്തരുടെയും ചോയ്സ് അനുസരിച്ച് ഉള്ള നൂല് കയറ്റി കൊടുക്കുക എന്നുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒരു മുമ്പേ ആ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തപ്പോഴുള്ള വെബ് സ്റ്റിച്ചിനേക്കാളും കുറച്ചുകൂടി ഒരു തിക്കായിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് വെബ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ. കാരണം വെച്ചാൽ നൂലുകൾ അടുത്തടുത്തായതുകൊണ്ട് റണ്ണിങ് സ്റ്റിച്ചിന് കുറച്ചുകൂടി അകന്നല്ലേ നൂലിരിക്കുന്നത്. ഇത് നൂലുകൾ കുറച്ചുകൂടി അടുത്തായതുകൊണ്ട് നമ്മളത് കോർത്തെടുക്കുമ്പോഴത്തേനും കുറച്ചുകൂടി നല്ല തിക്കായിട്ട് തന്നെയുള്ളൊരു സ്റ്റിച്ച് വരും. ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് ബോർഡറോ അല്ലെങ്കിൽ സ്റ്റെമ്മോ ഒക്കെ തയ്ക്കാൻ പറ്റും. അതുപോലെ നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനൊക്കെ കൊടുത്താൽ നമ്മൾ റൈറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ ഹൂപ്പ് വർക്കൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും എന്തെങ്കിലും എഴുതുമ്പോഴൊക്കെ നമുക്കതിനൊരു ഹൈലൈറ്റ് ചെയ്ത് നന്നായിട്ട് കാണാവുന്ന പോലെ കൊടുക്കാനായിട്ട് ഈ ഒരു വെബ്ഡ് സ്റ്റിച്ച് നല്ലതായിരിക്കും. നല്ലൊരു കളർ കോമ്പിനേഷനൊക്കെ കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അങ്ങനത്തെ ഒരു പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് വെബ്ഡ് സ്റ്റിച്ച്. നെക്സ്റ്റ് നമുക്ക് സ്റ്റെം സ്റ്റിച്ച് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ്. നമ്മൾ എപ്പോഴും ഫ്ലവറിൻ്റെയൊക്കെ സ്റ്റെം തയ്ക്കാനും അതുപോലെ ബോർഡർ തയ്ക്കാനും ഒക്കെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട്. സ്റ്റെം സ്റ്റിച്ച് നമ്മൾ ഈ ബാക്ക് സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും റിലേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം. അതായത് നമ്മൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ പുറകുവശം കാണുന്നത് എപ്പോഴും സ്റ്റെം സ്റ്റിച്ച് പോലെയും സ്റ്റെം സ്റ്റിച്ചിൻ്റെ പുറകുവശം എപ്പോഴും ബാക്ക് സ്റ്റിച്ച് പോലെയുമാണ് വരുന്നത്. അത് ശരിക്കും ആ ഒരേ തയ്യൽ തന്നെയാണ്. നമ്മളിതിൻ്റെ ആ ബാക്ക് സ്റ്റിച്ച് തയ്ക്കുമ്പം പുറകുവശത്ത് വരുന്നതിനെ നല്ല വശമാക്കി തയ്ക്കുന്നതാണ് സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. അതനുസരിച്ച് നമ്മൾ നീഡിൽ ബാക്കിലോട്ട് എടുത്ത് ആ ഒരു കവർ ചെയ്ത് ആ മറ്റേ ബാക്കിൽ നിന്നെടുത്ത് നീഡിൽ കവർ ചെയ്തെടുത്ത് വരുന്ന പോലെ ആ ഒരു സ്റ്റെം സ്റ്റിച്ച് തയ്ക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ അത് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒരു ത്രെഡ് തമ്മിലുള്ള ഗ്യാപ്പ് ഈക്വൽ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിട്ടിരിക്കും. നെക്സ്റ്റ് ചെയിൻ സ്റ്റിച്ചാണ്. ചെയിൻ സ്റ്റിച്ച് നമ്മൾ ഇതുപോലെ സ്റ്റെം തയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് സ്റ്റെം അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഈ ഒരു വള്ളി പോലെയൊക്കെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ലൈൻസൊക്കെ പോലെയൊക്കെ ആണെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്യാറുണ്ട്. ചെയിൻ സ്റ്റിച്ച് കുറച്ചും കൂടെ ഒരു തിക്കായിട്ടിരിക്കുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ്. അതുപോലെ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ള സ്റ്റിച്ചാണ്. നമുക്കിങ്ങനെ
ചുരിദാറിൻ്റെയൊക്കെയാണ് നെക്കിലൊക്കെ ഇങ്ങനെ ലൈൻസൊക്കെ പോലെ കൊടുക്കാനും അല്ലെങ്കിൽ ഇങ്ങനെ ലൈൻസൊക്കെ കൊടുക്കാനായിട്ടൊക്കെ കുറച്ചുകൂടെ ചെയിൻ സ്റ്റിച്ച് നല്ലൊരു ഇതാണ്. ഇതും വളരെ ഈസി ആയിട്ട് തയ്ക്കാവുന്നതായിട്ട് ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ് ചെയിൻ സ്റ്റിച്ചും. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. കാരണം വെച്ചാൽ അത് കുറച്ച് ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ കുറച്ച് ഇത് നമ്മൾ ഇങ്ങനെ സ്പീഡ് കൂട്ടി കാണിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കുറച്ച് ഈ ഒരു ഫുൾ തയ്ക്കുന്ന കാണിക്കാതെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും മാത്രം കാണിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് കാണിക്കുന്നത്. ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയുന്നതും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നതും സെയിം തന്നെയാണ്. ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒത്തിരി ടൈപ്പ് ഫ്ലവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ഫ്ലവേഴ്സൊക്കെ ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഈ ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ, അതായത് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ ഈ ഒരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് വെച്ചിട്ട് എങ്ങനെയാണ് ഫ്ലവർ ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇത് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ അതെങ്ങനെ എടുക്കുന്നത്, അതാ നീഡിലെടുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണാനായിട്ട് അത് ബേസിക്കായിട്ട് നമ്മളൊരു ലൈനിൽ ആ ഒരു സ്റ്റിച്ച് വന്നാൽ എങ്ങനെയാണെന്ന് കാണിക്കുന്ന പോലെ കാണിച്ചിട്ടേ ഉള്ളൂ. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ആ കോർത്ത് ആ സൂചിയിൽ ആ ഒരു നൂലോ ഇങ്ങനെ കയറ്റി വലിച്ചെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അത്ര മാത്രമേ ഉള്ളത്. അത് നമ്മൾ അതിൻ്റെ ആ സൈസ് കുറച്ച് വരുമ്പോഴും കൂട്ടി വരുമ്പോഴും അതുപോലെ നമ്മൾ റൗണ്ടായിട്ടോ അല്ലെ പൂവിൻ്റെ ഇതിൽ പോലെയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് മാത്രമേ പൂ തയ്ക്കുമ്പം വരത്തുള്ളൂ. ഇതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു സ്റ്റിച്ചാണ്. നെക്സ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരു സ്റ്റിച്ചാണ്. അതും നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും ഒക്കെ പോലെ തന്നെ നമുക്കിങ്ങനെ ലൈൻസൊക്കെ വരയ്ക്കാനും ബോർഡറൊക്കെ വരയ്ക്കാനും ഒക്കെ നന്നായിട്ട് പറ്റുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ്. സ്പ്ലിറ്റ് സ്റ്റിച്ച് നമ്മൾ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ ഓൾറെഡി തയ്ച്ച നൂലിനകത്തൂടെ കയറ്റിയെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മളതിനെ സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. നമ്മൾ പുറകോട്ട് പോയിട്ട് ആ തയ്ച്ച ആ ബാറിനകത്തൂടെ തന്നെ കയറ്റി അത് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ മുമ്പേ ഫസ്റ്റ് ആ തയ്ക്കുന്ന തയ്യൽ സ്പ്ലിറ്റായിട്ട് അതിൽ നിന്ന് ത്രെഡ് പിന്നെയും വരുന്ന പോലെയാണ് ആ ഒരു ചെയിൻ കംപ്ലീറ്റ് ആയി വരുന്നത്. അപ്പോൾ അതും നല്ല ഈ പറഞ്ഞ പോലെ നമുക്ക് ബോർഡേഴ്സിനും അതുപോലെ സ്റ്റെമ്മൊക്കെ ചെയ്യാനും ഒക്കെ അത്യാവശ്യം നല്ല. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിബ്ഡ് സ്റ്റിച്ച് പറഞ്ഞതുപോലെ ഇങ്ങനെ റൈറ്റിങ്ങിനുമൊക്കെ സ്പ്ലിറ്റ് സ്റ്റിച്ച് കുറച്ചുകൂടെ നല്ലതാണ്. അതായത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഹൂപ്പിലൊക്കെ എഴുതത്തില്ലേ, റൈറ്റ് മീൻസ് ലെറ്റേഴ്സോ അതുപോലെ എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോഴൊക്കെ സ്പ്ലിറ്റ് സ്റ്റിച്ച് യൂസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലൊരു ഭംഗി ഉണ്ടാവും ആ എഴുത്തിട്ട് കാണാനായിട്ടൊക്കെ. ഇനി നമുക്ക് ക്രോസ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നെക്സ്റ്റ് ക്രോസ് സ്റ്റിച്ച് ഈ പറഞ്ഞ പോലെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. പിന്നെ ക്രോസ് സ്റ്റിച്ച് നമ്മൾ കൂടുതലും ആ ഒരു ചെക്ക് പാറ്റേൺ ഉള്ള സാധനത്തിലാണ് ചെയ്യാനായിട്ട് കുറച്ചുകൂടി എളുപ്പം. എന്നാലേ നമ്മുടെ ഓരോ ക്രോസും ഈക്വലായിട്ട് ഇരിക്കത്തുള്ളൂ. അത് നമ്മൾ ജസ്റ്റ് അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് കോർണർ ടു കോർണർ ക്രോസ് സ്റ്റിച്ച് ചെയ്യാം. അല്ല ഇങ്ങനെ ലൈൻസ് ഇട്ടാണെങ്കിലും ചെയ്യാനായിട്ടും ഇങ്ങനെ നമ്മളെപ്പോഴും ഈ പറഞ്ഞ പോലെ ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ എപ്പോഴും ഏത് സ്റ്റിച്ചിനാണെങ്കിലും നമ്മൾ ഓരോ എടുക്കുന്നതും ഈക്വലായിട്ടുള്ള മെഷർമെൻറ്റിൽ നെക്സ്റ്റ് എടുത്താൽ മാത്രമേ അതിനൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ. നമ്മൾ ക്രോസ് സ്റ്റിച്ച് തയ്ക്കുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ക്രോസും ഒരേ സൈസിൽ തന്നെയാണെങ്കിൽ നമ്മുടെ ക്രോസ് സ്റ്റിച്ചിനാണെങ്കിലും ഭംഗി ഉണ്ടാകത്തുള്ളൂ. അതുപോലെ ക്രോസ് സ്റ്റിച്ച് തയ്ക്കുമ്പം ബാക്ക് സൈഡ് നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ലൈൻസ് ആയിട്ട് തന്നെയാണ് പൊതുവേ ഇരിക്കാറ്. ഇങ്ങനെ ഡയഗണൽസ് ആയിട്ട് നമ്മൾ, അതായത് നമ്മൾ ഫ്രണ്ടിൽ മാത്രമേ ഡയഗണലായിട്ട് കുത്തത്തുള്ളൂ. ഇങ്ങനെ ക്രോസ് വരാൻ വേണ്ടി ബാക്ക് സൈഡിൽ എപ്പോഴും നമ്മൾ അതിങ്ങനെ ഡയറക്റ്റായിട്ട് നേരെ ലൈനായിട്ട് വരുന്ന പോലെ തന്നെയാണ് കുത്താറ്. അത് ബാക്ക് സൈഡ് അപ്പോൾ കുറച്ചുകൂടി നീറ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് പൊതുവേ നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ ക്രോസ് സ്റ്റിച്ച്. നെക്സ്റ്റ് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്. ഈ ഒരു സ്റ്റിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ്. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ലീവ്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസൊക്കെ നമുക്ക് നിറച്ച് ഫില്ല് ചെയ്ത് വരാനായിട്ടൊക്കെ ഹെറിംഗ് ബോൺ സ്റ്റിച്ച് യൂസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഇത് തന്നെ റിവേഴ്സ് ചെയ്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഷാഡോ വർക്ക് വരുന്നത്. അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ ബാക്ക് സൈഡിൽ വരുന്നത് പോലെ ഹെറിംഗ് ബോൺ വരുന്ന പോലെ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഷാഡോ വർക്ക് കിട്ടുന്നത്. ഈ ഒരു സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ തിരിച്ചു വരുന്ന പോലെ ചെയ്യുന്നത്. ആ സ്റ്റിച്ച് എങ്ങനെയാണെന്ന് കുറച്ചും കൂടി ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി അകലത്തിൽ കാണിക്കുന്നത്. നമ്മൾ ഷാഡോ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അതുപോലെ ലീവ്സും പെറ്റൽസും ഒക്കെ ഫില്ല് ചെയ്യുമ്പം കുറച്ചും കൂടെ അടുപ്പിച്ചടുപ്പിച്ച് ഈ ഒരു സ്റ്റിച്ച് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമുക്കത് തിക്കായിട്ട് തന്നെ ഇരിക്കും. ഇതിപ്പോൾ ഞാൻ അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി നമ്മളൊരു ലൈനിൽ കാണിക്കുമ്പോൾ അകലെ വിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇത് തിക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നെക്സ്റ്റ് ഇനി ഫ്രഞ്ച് നോട്ട്സാണ്. ഫ്രഞ്ച് നോട്ടും നമ്മളിപ്പം എല്ലാ ഫ്ലവേഴ്സിലാണെങ്കിലും ഒക്കെ കോമൺലി വളരെയധികം യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് ഫ്രഞ്ച് നോട്ട്. വളരെ ഈസി ആയിട്ടും കുറച്ചും കൂടെ കാണാൻ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പാറ്റേണാണ് ഫ്രഞ്ച് നോട്ട്.
നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രഞ്ച് നോട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു നീഡിലിൽ ട്വിസ്റ്റ് ചെയ്ത് നമ്മൾ ആ തയ്ച്ച് കയറ്റി ആ ഭാഗത്തോട്ട് തന്നെ ഇറക്കിയാൽ മതി. അപ്പോൾ ചെറിയൊരു ബീഡ് പോലെ നമുക്ക് ആ ഒരു ഫ്രഞ്ച് നോട്ട് വരും. പിന്നെ ഫ്രഞ്ച് നോട്ടിൻ്റെ സൈസ് നമ്മൾ എത്ര തവണ നീഡിലിൽ ട്വിസ്റ്റ് ചെയ്തതും അനുസരിച്ചായിരിക്കും. നമ്മൾ 2 തവണ അല്ല 3 തവണയൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ചെറിയ ഫ്രഞ്ച് നോട്ട് കിട്ടും. പിന്നെ നമ്മൾ 4 തവണ 5 തവണയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വലിയ ഫ്രഞ്ച് നോട്ട്സും കിട്ടും. അത് നമ്മൾക്ക് വേണ്ടി എത്ര സൈസാണോ അതനുസരിച്ച് നമുക്ക് ആ നീഡിൽ ട്വിസ്റ്റ് ചെയ്യാവുന്നതാണ്. ചെറിയ കുഞ്ഞായിട്ടുള്ള ഫ്രഞ്ച് നോട്ട്സ് മതിയെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ട്വിസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ചെറിയ നോട്ട് കിട്ടും. അതുപോലെ ഈ ഒരു നോട്ട് വെച്ചിട്ട് ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഇനി നെക്സ്റ്റ് നമുക്ക് സാറ്റൺ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്റ്റിച്ച് തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടെ ഒരു ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാണ്. കാരണം വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ടൊരു പെറ്റലാണെങ്കിലും അതുപോലെ ഒരു ലീഫാണെങ്കിലും ഒക്കെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാറ്റൺ സ്റ്റിച്ച് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്റ്റിച്ചിനകത്ത് നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ബോർഡർ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ കണക്ട് ചെയ്ത് അകം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്ന പോലെ തയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ടൈം എടുത്ത് തയ്ക്കണ്ടേ. സാറ്റൺ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുന്ന ആ ഒരു ബോർഡർ ലൈനിൽ കൂടെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ലൈനിൻ്റെ ഫിനിഷിങ് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ലൈൻ ഇങ്ങനെ സ്ട്രെയിറ്റ് അല്ലാത്ത പോലെ അത്രയൊരു ഫിനിഷിങ് വരത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അത് കറക്റ്റ് ആ ഒരു ലൈൻ ആ ബോർഡറിൽ കൂടെ തന്നെ കംപ്ലീറ്റ് ചെയ്യുമ്പോഴായിരിക്കും അതിന് കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാകുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫെദർ സ്റ്റിച്ച് നോക്കാം. ഈ ഒരു സ്റ്റിച്ച് വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ്. അതുപോലെ നമുക്ക് കാണാൻ നല്ല ഭംഗിയായിരിക്കും. നമുക്കിപ്പം ഈ ഒരു പാറ്റേണിലൊക്കെ നമുക്ക് ഇലകൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ബ്രാഞ്ചസ് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അത് കൊടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് സ്റ്റിച്ചാണ് ഫെദർ സ്റ്റിച്ച്. ഫെദർ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് നമുക്ക് പല ഷേപ്സൊക്കെ വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ഫ്ലവേഴ്സ് ആണെങ്കിലും ബഡ്സ് ആണെങ്കിലും ഒക്കെ ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ആ ഒരു ഡിസൈൻ കാണാനായിട്ട്. കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുമെങ്കിലും ഈ ഒരു സ്റ്റിച്ച് തയ്ക്കുമ്പോൾ അത്ര ഒരു ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് വരില്ല. കാരണം കാണുമ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാമായിട്ട് കിടക്കുമ്പം എങ്ങനെ തയ്ക്കുന്നതെന്നൊരു കൺഫ്യൂഷൻ വരുമെങ്കിലും അത് തയ്ച്ചെടുക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റിച്ചാണ്. അതുപോലെ അത് തയ്ച്ച് കഴിഞ്ഞാലും നല്ല ഭംഗിയായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പാറ്റേണിൽ നമ്മൾ ഒരു ഫ്ലവേഴ്സിൻ്റെ സൈഡിൽ കൂടെ ലീഫൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ളൊരു ലുക്കായിരിക്കും. നെക്സ്റ്റ് നമുക്ക് ബുള്ളറ്റ് നോട്ട്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ബുള്ളറ്റ് നോട്ട്സ് ഈ പറഞ്ഞ കാണുമ്പോൾ അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു വർക്കാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അത്ര ഡിഫിക്കൽട്ടല്ല ചെയ്യാനായിട്ട്, എന്നാലും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതായത് നമ്മൾ ആ നോട്ടിന് എത്ര നീളം വേണം എന്നുള്ളതനുസരിച്ചാണ് നമ്മൾ ഓരോ നീഡിലും എത്ര ട്വിസ്റ്റ് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പം നമ്മൾ ആ നീഡിൽ ട്വിസ്റ്റ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് അത്രയും ടൈം എടുക്കും. ആ ഒരു ട്വിസ്റ്റ് ചെയ്ത് അതിനകത്തുനിന്ന് കോർത്ത് വലിച്ചെടുക്കാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ അത് ചെയ്യുന്നത് കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട, അതായത് നമ്മളത് ചെയ്യുമ്പം നല്ല നീറ്റായിട്ടിരിക്കാൻ വേണ്ടി അത് കുറച്ച് ടൈം എടുത്ത് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് കറക്റ്റായിട്ട് അത് ആ ടൈറ്റ്നെസ്സൊക്കെ കറക്റ്റായിട്ട് അത് വലിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ ആ ഒരു ബുള്ളറ്റ് നോട്ട്സ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ടൈം എടുത്ത് ചെയ്യേണ്ട വർക്കാണ്. എന്നാലും നല്ല ഭംഗിയായിട്ട് നമുക്ക് ലീഫൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഫ്ലവറിനൊക്കെ ആണെങ്കിലും ഒരു ഹൈലൈറ്റൊക്കെ കൊടുക്കാനാണെങ്കിലും ഒക്കെ നല്ലൊരു ഭംഗിയുള്ളൊരു, അതുപോലെ ബുള്ളറ്റ് നോട്ട്സ് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സും റോസസും ഒക്കെ ചെയ്യാൻ പറ്റും. അതിനൊക്കെ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു സ്റ്റിച്ചാണ് ബുള്ളറ്റ് നോട്ട്. എന്നാൽ ഒത്തിരി ഒരു ഡിഫിക്കൽട്ടാണോ എന്ന് ചോദിച്ചാൽ അത്ര ഡിഫിക്കൽട്ടല്ല. എന്നാലും അതിനൊരു പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേനും നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ബുള്ളറ്റ് നോട്ട്സ് ചെയ്യാം. ഇച്ചിരി ടൈം എടുക്കും. നമ്മൾ നോർമലി ബാക്കിയൊക്കെ ചെയ്യുന്നതിനേക്കാളും കുറച്ചൊരു ടൈം എടുത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു സ്റ്റിച്ചാണ്. എന്നാലും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ബുള്ളറ്റ് നോട്ട്സാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിനകത്ത് ലാസ്റ്റായിട്ട് കാണിക്കുന്നത് ഫേൺ സ്റ്റിച്ചാണ്. ഈ ഒരു ഫേൺ സ്റ്റിച്ചും ഫെദർ സ്റ്റിച്ചും നമുക്ക് ആ ഒരു ഫൈനൽ ലുക്ക് കാണുമ്പം ചെറിയൊരു സിമിലാരിറ്റിയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് രണ്ടും സ്റ്റിച്ച് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിട്ടാണ്. ഫെദർ സ്റ്റിച്ചിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്താണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനതേ സമയം നമ്മൾ നടുക്കൂടെ ഒരു ലൈൻ വരച്ച്, മീൻസ് ആ ഒരു ലൈൻ മെയിൻറ്റെയിൻ ചെയ്താണ് നമ്മളത് ആ ഫേൺ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമ്മൾ ഓരോന്നും കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കുത്തിയായിട്ട് ചെയ്യുന്നത്. ഫെദർ സ്റ്റിച്ചിന് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞ് നമ്മുടെ ആ ഒരു
ആ ഒരു സ്റ്റിച്ചിങ് നമ്മൾ ചെയ്യുന്നത്. ഇത് സ്ട്രെയിറ്റ് ലൈനിൽ 2 സൈഡിലും ബ്രാഞ്ചസ് വരുന്ന പോലെ നമ്മൾ ഈ ഒരു ഫോൺ സ്റ്റിച്ച് വരുന്നത്. ഈ ഒരു സ്റ്റിച്ച് യൂസ് ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് ഫില്ല് ചെയ്യാം. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ലീവ്സ് ആണെങ്കിലും ഫില്ല് ചെയ്യാം. അപ്പം നമ്മളത് ലീവ്സും പെറ്റൽസും ഒക്കെ ഫില്ല് ചെയ്യുമ്പം നമ്മൾ അതനുസരിച്ച് ഉള്ള ആ ഒരു ഗ്യാപ്പ് വിട്ട് വേണം ആ ഒരു ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി. ഇത്രയും സ്റ്റിച്ചസാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. എനിക്കറിയാം ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയി പോയിട്ടുണ്ടെന്ന്, എന്നാലും ഞാൻ കുറേയൊക്കെ സ്റ്റിച്ചസ് ഇനിയും കാണിക്കാനുണ്ട്. അതൊക്കെ ഇനി ഒരു വീഡിയോ ആയിട്ട് പിന്നീട് കാണിക്കാം. ഇപ്പോൾ ഇത്രയൊക്കെ കാണിച്ച ആ ഒരു സ്റ്റിച്ചസൊക്കെ എല്ലാവർക്കും ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ചസാണ് കണ്ടത്. ഇനി ഈ സ്റ്റിച്ചസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ഒക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.